ഹലോ ഗൈസ്, വെൽക്കം ടു ഡേ 3 ഓഫ് മൈ 50K സീരീസ്. സാധാരണ എടുക്കുന്ന പോലെ ഒരു അടിപൊളി ഇൻട്രോ ഇന്ന് എടുക്കാൻ പറ്റില്ല, കാരണം ഇന്ന് രാവിലെ എൻ്റെ ഒരു ഉഷാറില്ലായിരുന്നു. അപ്പോൾ എൻ്റെ സ്കിൻ കെയർ റൂട്ടീനിലേക്ക് പുതിയതായിട്ട് ഞാൻ ഒരു ക്രീം തേക്കാൻ തുടങ്ങി. അതിൻ്റെ ഒരു മാറ്റം എൻ്റെ ഫേസിൽ കണ്ട എൻ്റെ എക്സൈറ്റ്മെൻ്റ് ആണ് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ രാവിലത്തെ റൂട്ടീൻ നിങ്ങൾക്ക് അറിയാമല്ലോ, സ്ഥിരം പല്ല് തേക്കലും സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഞാൻ ഫുഡ് കഴിക്കും. അടിപൊളി പത്തിരി മുട്ടക്കറിയാണ് കേട്ടോ ഫുഡ്. സാധാരണ എനിക്ക് ചായയും കാപ്പിയൊന്നും തിരെ ഇഷ്ടമില്ല, പക്ഷെ കൂട്ടത്തിൽ ഏതാ ഇഷ്ടം ചോദിച്ചാൽ ഞാൻ പറയും കാപ്പിയാന്നുള്ളത് കേട്ടോ. പക്ഷെ ഇന്ന് ഞാൻ വെറൈറ്റിക്ക് ഒന്ന് കട്ടൻ ചായ ഉണ്ടാക്കി കുടിച്ചു. ഇന്ന് സത്യം പറഞ്ഞാൽ ഉച്ചയ്ക്കും ഒന്നും കഴിച്ചിട്ടില്ല, രാത്രി ഒന്നും കഴിച്ചില്ല. ഇടയ്ക്കൊരു ഷവർമ ഓർഡർ ചെയ്ത് കഴിച്ചു. അപ്പം ഞാൻ ഒന്ന് ഉഷാറായി. പിന്നെ ഞാൻ അങ്ങനെ തന്നെ കിടക്കാൻ പോയിട്ടോ. അപ്പോഴാണ് ഞാൻ എൻ്റെ ചെറുപ്പത്തിലൊരു ഫോട്ടോ കണ്ടത്. നോക്കി എൻ്റെ ഒരു സ്റ്റൈല് നോക്കി. ആ ബാഗി ജീൻസും ഷോർട്ട് കുർത്തിയൊക്കെ ഞാൻ പണ്ടേ വിട്ടതാണ്. പിന്നെ ഞാൻ നാളെ പെയിന്റ് ചെയ്ത ഒരു ഫോട്ടോ ആയിരുന്നു അത് ഞാൻ മാറ്റി ടൈമിൽ പിങ്ക് കളർ കൊടുത്ത് കുറച്ച് എന്താ പറയുക ഹാർട്ടൊക്കെ ഇട്ടൊന്ന് സ്റ്റൈലാക്കി. പക്ഷെ അതും പകുതി ആയപ്പോൾ എനിക്ക് ചടച്ചപ്പോൾ പകുതിയിലാണ് നിർത്തി. അപ്പോൾ ഗൈസ്, ഇന്നത്തെ സ്റ്റോറി ഇന്നത്തെ റീലില് പ്രത്യേകിച്ച് ഇങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതൊന്നും കണ്ടിട്ടുണ്ടാവില്ല വിചാരിക്കാം. ഇന്നത്തെ റീലിൽ എനിക്കൊരു ബുക്കിൻ്റെ റിവ്യൂ ആണ് മെയിനായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാണ്. ഇത് ആദിൽ അബ്ദുറഹ്മാൻ എഴുതിയ ഇബ്ലീസ് എന്ന് പറഞ്ഞ ബുക്കാണ് കേട്ടോ. 10ാം ക്ലാസ്സിലെ മലയാളം ടെക്സ്റ്റ് ബുക്കിന് ശേഷം ഞാൻ മുഴുവനായിട്ട് വായിക്കണം ഒരേ ഒരു മലയാളം ബുക്കാണ് ഇത്. എനിക്ക് കിട്ടിയതിലൊരു സ്റ്റോറി ഉണ്ട് കേട്ടോ. എനിക്ക് ആദ്യമായിട്ട് ഒരു ബുക്ക് എഴുതിയ ആൾ തന്നെ അത് നമുക്ക് അയച്ചു തന്നിട്ട് ഒരു കുഞ്ഞു ഓട്ടോഗ്രാഫൊക്കെ പോലെ തരാറപ്പോൾ തന്നെ ഞാൻ ഭയങ്കര ഞെട്ടിപ്പോയി. എഴുതിയത് ഞാൻ വായിച്ചുതരാം. ദിലുവേ, അനക്ക് പഠിച്ചാൽ ആയുസും ആഫിയത്തും നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദ ഐ നെവർ ഫോർഗെറ്റ് വാട്ട് ദ ഹാർട്ട് ഹാവ് സീൻ. സസ്നേഹം, ആദിൽ അബ്ദുറഹ്മാൻ. ഭയങ്കര ക്രിസ്റ്റഫർ നോളന്റെ ഒക്കെ ടൈപ്പ് സ്റ്റോറീസ് ഒക്കെ പ്രതീക്ഷിച്ച് നിൽക്കണവര് ഇത് പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു നാടൻ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഒരു കഥയോ കാര്യങ്ങളോ ഒന്നല്ല. ഇത് മൂപ്പന്റെ ലൈഫാണ്. മൂപ്പന്റെ ലൈഫിൽ നടന്ന കുറച്ച് കുഞ്ഞു കുഞ്ഞു മെമ്മറീസും മൊമെന്റ്സും കാര്യങ്ങളും ഇത് വായിക്കുമ്പം ആസ് എ പേഴ്സൺ ഫ്രം കോഴിക്കോട്, അതായത് കോഴിക്കോടുള്ള ഒരാളായതുകൊണ്ട് തന്നെ എനിക്കിത് കുറെ കാര്യങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കുറെ അടിപൊളി കാര്യങ്ങളുണ്ട്. ഇവർ പറയുന്ന കുറച്ച് ഡയലോഗിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്നെന്താ വെച്ചാൽ, ഞാൻ ആസ്വദിക്കുന്ന ഒരു കാര്യം അതേപോലെ വേറൊരാൾക്ക് ആസ്വദിക്കാൻ പറ്റണമെന്നില്ല. ശരിയാണല്ലോ. അതേപോലെ കുറെ അടിപൊളി കാര്യങ്ങളുണ്ട്. പല കാര്യങ്ങളും നമുക്ക് ഭയങ്കര റിലേറ്റബിൾ ആയിട്ട് തോന്നും. ഒരു സിമ്പിൾ ബുക്ക്, ഭയങ്കര സിമ്പിൾ ആയിട്ട് എഴുതിയൊരു ബുക്ക്, പക്ഷെ ഒരുപാട് അടിപൊളി നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ സ്റ്റോറീസ് ഉണ്ട്. എന്താ പറയുക, സട്ടിൽ ആയിട്ടുള്ള ബുക്സ് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ നിങ്ങൾ എന്തായാലും ആദിൽ അബ്ദുറഹ്മാന്റെ ഇബ്ലീസ് എന്ന ബുക്ക് ഒന്ന് വായിച്ചു നോക്കാം. അടിപൊളി സ്റ്റോറി. ഇനി എൻഡിങ് ആണെങ്കിൽ കുറച്ച് സങ്കടമായത്, ബാക്കിയെല്ലാം നല്ല അടിപൊളി. നമുക്ക് പറഞ്ഞ പോലെ